ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചൂടയെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമ്മൾ ചൂടയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ, അതേ അതിൻ്റെ ആ മുള്ളൊക്കെ അങ്ങ് എടുത്ത് കളയും കേട്ടോ. മുള്ളെടുത്ത് കളയുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുള്ള് കൊള്ളാതിരിക്കാൻ വേണ്ടി ബെസ്റ്റാണ് മുള്ളെടുത്ത് കളയുന്നത്. അപ്പം ഞാനത് എല്ലാം മുള്ളെടുത്ത് കളഞ്ഞിട്ട് കുറച്ച് മുള്ളുള്ളത് മാറ്റി വെച്ചതെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത് വറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നേ, ആ വഴുതനങ്ങ എല്ലാം കൂടെ നമ്മളങ്ങ് മെഴുക്ക് പുരട്ടാനായിട്ടെല്ലാം ഓരോന്നോരോന്നായിട്ടങ്ങ് അരിഞ്ഞ് വെച്ചു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ചൂട മേടിച്ച് കഴിഞ്ഞപ്പം നന്നായിട്ട് മുള്ളെല്ലാം കളഞ്ഞെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, മാങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് തേങ്ങയൊക്കെ അരച്ച് ഇച്ചിരി പച്ചമുളകൊക്കെ തോനെ കീറിയിട്ടിട്ട് നമുക്കൊരു പച്ചക്കറി അങ്ങ് വയ്ക്കാമല്ലോ, അടിപൊളിയല്ലേ. അപ്പം കുഞ്ഞിനായാലും എടുത്ത് ചോറ് വിളമ്പി മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ പിന്നെ നമ്മളങ്ങനെ വാരി കൊടുക്കുമതിന് മുള്ള് നോക്കണോ അങ്ങനെയൊന്നും നോക്കണ്ട. ഇതാകുമ്പം കുഞ്ഞങ്ങ് തിന്നോളും. വേണമെങ്കിൽ കുഞ്ഞിന് കുറച്ച് അതിനകത്തിലെ മുള്ളില്ലാത്ത എടുത്ത് വറുത്തിട്ട് അത് സ്കൂളിൽ പ്രത്യേകിച്ചൊന്ന് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ മുള്ളുണ്ടെന്ന് പറഞ്ഞ് പേടിക്കുമൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മുള്ളുകൾ. അപ്പോൾ അത്യാവശ്യം അത് ഇച്ചിരി ജോലി കൂടുതലായിട്ട് ഫസ്റ്റ് ടൈമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതങ്ങ് ശീലമായതുകൊണ്ട് അത്ര വലിയ ജോലി ആയിട്ടൊന്നും എനിക്കത് തോന്നുന്നില്ല. പെട്ടെന്ന് അത് ചെയ്യാം കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെയുള്ള വഴുതനങ്ങ എല്ലാം കൂടെ എനിക്കിങ്ങനെ വഴുതനങ്ങ വലുതായിട്ട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ യൂട്യൂബിനകത്തൊക്കെ ഈ വഴുതനങ്ങ മെഴുക്കുവരട്ടിയൊക്കെ കണ്ട് ഒരു പ്രാവശ്യം ഞാനൊന്ന് വെച്ച് നോക്കി. എൻ്റെ പൊന്നോ അപാര ടേസ്റ്റ് ആട്ടെ. ഞാൻ ഈ കിഴങ്ങ് മെഴുക്ക് വരട്ടി അങ്ങനെ ഓരോ മെഴുക്ക് വരട്ടിയൊക്കെ നമ്മൾ കൂട്ടുമല്ലോ, അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടായിരുന്നു അന്ന് ചെയ്ത് നോക്കിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. പിന്നെ മോൻ രാവിലെ എണീച്ച് വന്നിട്ട് അമ്മച്ചി ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കേട്ടോ. കാരണം ഞാനിപ്പോൾ ഈ അരിയുന്നതും കറി വെക്കുന്നതും ഒക്കെ വെളുപ്പിനെ കേട്ടോ. ചേട്ടനാണെങ്കിൽ 7:30 ആകുമ്പോഴത്തേക്ക് ചോറൊക്കെ കൊണ്ടുപോണ്ടായി. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ തന്നെ ഞാൻ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി തേങ്ങയും അരിഞ്ഞ് വെച്ചതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇതേ പച്ചമുളക് അരിയുന്നതിൻ്റെ സ്റ്റൈലൊക്കെ കണ്ട് ആദ്യമേ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കതങ്ങ് തൃപ്തിയായി ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നെ അരിഞ്ഞതെല്ലാം കൂടെ എടുത്ത് എന്ത് ചെയ്യുന്നറിയാമോ, നമ്മൾ ബാക്കിയുള്ളതെല്ലാം എടുത്തത് എനിക്ക് ഇങ്ങനെ കത്രികയ്ക്കകത്ത് ഇങ്ങനെ അരിയുന്ന കേട്ടെ എനിക്ക് തൃപ്തി. പിന്നെ അതിൻ്റെ ഒരു ഓളത്തിലങ്ങ് അരിഞ്ഞെന്നേ ഉള്ളൊന്നും തോന്നരുത്, പൊങ്കാലയൊന്നും വരരുത് ഗൈസ്. അപ്പം ചോറെല്ലാം രാവിലെ തന്നെ അങ്ങ് റെഡിയായി കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പം ചോറെല്ലാം റെഡിയായിട്ടിരിപ്പുണ്ട്. പിന്നെ കാപ്പിയും ചായയൊന്നും ഞാൻ എടുത്തില്ല, അത് ഞാനങ്ങ് മറന്നുപോയി. ഞാൻ അതെല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ വീഡിയോസ് എടുത്താലോ എന്ന് വിചാരിച്ചത്. അന്നേരം നമ്മുടെ മീൻകറിക്കുള്ളതെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ച്. കാരണം നെത്തോലി ആയതുകൊണ്ട് തന്നെ ഉപ്പും പുളിയും നമ്മൾ ഇപ്പം അരപ്പൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി മാങ്ങയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, മാങ്ങയും ഇച്ചിരി പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് അതിനകത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീൻ എടുത്തിടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ചൂടെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേ വേവുന്ന ഒരു മീനാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് കറി വെച്ചാൽ ഉപ്പും പുളിയും കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത്. അങ്ങനെ കറികൾ ഏകദേശം എല്ലാം സെറ്റായി വരുന്നതോറും അവിടെ കിടന്ന് എന്നെ വിളിക്കുന്നുണ്ട് എൻ്റെ മോൻ, അമ്മച്ചി കൊച്ചി ടി വി ഒന്ന് ഇട്ട് തരുമോ, കൊച്ചി ടി വി ഇട്ട് തരുമോ എന്ന്. രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനുണ്ടല്ലോ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് പുള്ളിക്കാരന് ഇഷ്ടം. അപ്പം പുള്ളിക്കാരന് ഞാൻ എണ്ണിക്കുമ്പോഴേ ഒരു പാട്ടോ കീർത്തനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മൊബൈലിനകത്താക്കി ഒന്ന് ഇട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാനിന്ന് വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് അതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മളടുത്ത് ചൂട വറുത്തത് തിന്നാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട വറുത്തത്. ഞാനിങ്ങനെ പ്ലേറ്റിനകത്തൊക്കെ വെറുതെ കൊണ്ട് നടന്ന് തിന്നും കേട്ടോ. ഇവിടെ പിന്നെ പുള്ളി കൊല്ലക്കാരനായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്തൊരു ഇച്ചിരി സവാളയൊക്കെ അരിഞ്ഞിട്ട് ഒക്കെ തിന്നുന്നതാണ് അവരുടെ ഒരു ഫേവറേറ്റാണ് കേട്ടോ. ഈ സവാളയെന്ന് പറയുന്നത് സവാള ഇല്ലാത്തതായിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ചീനി വേവിച്ചപ്പോൾ അതിനകത്ത് സവാള, മീൻ വറുത്ത സവാള, ഇറച്ചി ഫ്രൈ ചെയ്ത സവാള, അങ്ങനെ എല്ലാത്തിനകത്ത് അവർക്ക് സവാള മസ്റ്റ് കേട്ടോ. അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അതിനകത്തോട്ട് ആ മീനെല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പം തന്നെ അതൊന്ന് ചൂടാകുമ്പോൾ തന്നെ ആ മീൻ്റെ കളർ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, അത് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ അരപ്പിൻ്റെ കൂടെ തന്നെ അത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പണി കിട്ടും. പക്ഷേ ഉപ്പ് ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഞാൻ ലേശം ഉപ്പും കൂടെ ഞാൻ ഇട്ടത് കേട്ടോ. കാരണം ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, കാരണം അത്യാവശ്യം നല്ല പുളിയുള്ളതായിരുന്നു. പിന്നെ കറിയൊക്കെ സെറ്റായി വന്നപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് സെറ്റാക്കി വെച്ച് കേട്ടോ. അന്നേരം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കടുക് വറുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴേ പിന്നെ മീനെല്ലാം അങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് വറുത്ത് പൊരിച്ച് നല്ല ക്രിസ്പിയാക്കി അങ്ങ് എടുത്ത് കേട്ടോ.
അപ്പം എല്ലാവരും രാവിലെ എല്ലാവർക്കും ഞാൻ ഗുഡ് മോർണിംഗ് പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഓരോരോ ജോലികളായിട്ട് ഇങ്ങനെ ഒതുക്കി. അപ്പോൾ ഇന്നത്തെ ജോലികൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. 7:30 മുമ്പായിട്ട് എല്ലാ ജോലിയുണ്ട്. എൻ്റെ മോനെന്നെ വന്ന് വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അമ്മയെ പാട്ട് നിർത്തിയിട്ട് കൊച്ചി ടി വി ഇട്ടതാമേ, കൊച്ചി ടി വി ഇട്ടതാമേ. അവനാണെങ്കിൽ കൊച്ചി ടി വി അങ്ങ് മാസ്റ്റാണ് കേട്ടോ. അവന് കൊച്ചി ടി വി ഏതും പറഞ്ഞിരിക്കുക. രാവിലെ എണ്ണിച്ച് വന്ന് ചായയൊക്കെ കുടിച്ചിട്ടുള്ള പരിപാടികളാണ് പുറകെ നിന്നുകൊണ്ടുള്ളതൊക്കെ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്കാണെങ്കിൽ മെഴുക്ക് വരട്ടാനൊക്കെ എടുക്കുക. അതിൻ്റെ സാധനങ്ങളാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, എല്ലാം മണ്ടയ്ക്ക് എടുത്ത് വെച്ചേക്കും കേട്ടോ. കബോർഡും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലത്തെ വീട്ടിലെന്ന് വെച്ചാൽ അതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, പാറ്റയും അതുപോലെ ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പം നമ്മൾ മെഴുക്ക് വരട്ടിക്കുള്ളതെല്ലാം സെറ്റാക്കി. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കും ഞാനിങ്ങനെ വെട്ടിക്കണ്ടിച്ച് ഇട്ടേക്കുന്നത്. പക്ഷേ അത് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കാരണം എന്താണെന്നറിയാമോ, ആദ്യമായിട്ട് ഞാനിങ്ങനെ മെഴുക്ക് വരട്ടാൻ എടുത്തപ്പോൾ നൈസായിട്ട് എടുത്തായിരുന്നു. പക്ഷേ അതങ്ങ് ഒരു ആവി അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അതങ്ങ് ആലി അങ്ങ് പോയി. ഇത് കണ്ട് ഇത്രയും ഞാൻ ഇച്ചിരി തോനയായിട്ട് കണ്ടിച്ചിട്ടിട്ട് ഒന്ന് ആവി കൊണ്ടപ്പോഴത്തേക്ക് ഈ പരുവായി കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇതെല്ലാം കൂടെ കൂട്ടി ചോറ് തിന്നുകയാണ്. അപ്പം നമ്മുടെ മീൻകറിയും വറുത്തതും നമ്മുടെ മെഴുക്കട്ടി എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ സലാഡുണ്ട്, എനിക്കത് വേണ്ടെന്ന് വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ചോറുണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറൊക്കെ തീറ്റയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ.